ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പാലക്കൻ റിസോർട്ടിലേക്കാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലക്കൻ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ വൈകുന്നേരം 3 മണി മുതൽ പിറ്റേന്ന് 12 മണിയായിരുന്നു അവിടുത്തെ ടൈം പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇന്ന് ലേറ്റ് ആയിട്ടുള്ളത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടീൻ്റെ ബേക്കിലത്തെ ടയർ ചെറുതായിട്ടൊന്ന് പേച്ചായി. നോക്കുമ്പോൾ ഈ പരിസരത്ത് നിന്ന് എവിടെയും വർക്ക്ഷോപ്പില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വണ്ടിയാണ് വെച്ചിട്ട് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 6-6.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് പാലക്കൻ. നേരെ പഠിക്കാനൊക്കെ പേടിയാണ്. എത്ര കേരളണ്ടെന്ന് അറിയാം. ഇങ്ങോട്ടേക്ക് ഒരു മടുത്തു പോയടാ. അടി ഇതെല്ലാം റെക്കോർഡാന്നേ. അതെന്താ ആർക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തായാലും പാട്ട് മാറ്റൂലേ? പാട്ടൊന്നും ഇടൂല, ലോങ് വീഡിയോ. എങ്ങനെയല്ലോ ലോങ് വീഡിയോ അടക്കി എന്നുള്ള സൗണ്ട് ഉണ്ടാവില്ലേ? അതൊന്നുമില്ല. എന്തേ കീടെ എടാ മറ്റേ ഇതടാ അറിയില്ല. എടാ മറ്റേ ഒരു കോപ്പും ഇടൂല. എടാ ഇപ്പൊ ടി വി എല്ലാം കാണുന്നില്ലടാ. അതൊന്നും ഇടൂല. അതിട്ടാ സെറ്റാവും. കണ്ണും കണ്ണും പൊട്ടിയടിക്കും. കിഴമ്പാടൊക്കെ ഒരുപാട് പാട്ടടാ. നോക്കുമ്പോ നമ്മള് വണ്ടി വെച്ച് കുപ്പി വെച്ചെടുക്കാൻ നോക്കുമ്പോ സാധനം എന്ത് വലിയ ബോക്സ് ബ്ലൂടൂത്തിന്റെ. ആ സംഭവം വേറെ ടീമിന്റെ ആളാ. അവര് നമ്മളെ റൂമിൽ തന്നെയാ. നമ്മളെ റൂമിൽ തന്നെ അവര് ഉണ്ടെങ്കിൽ നമ്മക്ക് വാങ്ങിയ കുറെ ലേഡീസ് ഉണ്ട്. ലേഡീസ് ഉണ്ട്, ഫാമിലിയാ. അവരെയാണ് തോന്നുന്നത്. എത്രയുടെ പേര് ലോങ്ങാന്നല്ലോ. എടാ ഇനി എത്ര കേരള ഇറങ്ങി പിന്നെ പോകാനുണ്ട്. അതോ 6 കിലോമീറ്റർ കാണിച്ചേ? 6 കിലോമീറ്റർ പോകുന്നതാണ്. ഇതെങ്ങനെ സാധനം കൊടുത്തിട്ട് വരുവാ? എൻ്റെ വണ്ടിക്ക് ഞാൻ അയാളെ വിളിച്ച്, അയാൾ പറഞ്ഞേ ഒരു പഞ്ചറിന് 300 റുപ്യ. ആ, പഞ്ചർ ഒട്ടിക്കാൻ 300 റുപ്യ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ഒന്നും വിഷയമല്ല, നമ്മൾ ഓട്ടിച്ച് പോയാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ, നാളെ ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിവിടെ പാലക്കൻ റിസോർട്ടിലുള്ള എന്നാൽ നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങളുടെ അവിടെ നിന്ന് വിടുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വിളിച്ചോ, നമുക്ക് ആ റേഞ്ചിൽ നമ്മൾ അവിടെ കാണാം. അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കാനാണെങ്കിൽ 300 റുപ്യ ആവും. ടയർ പോയതാണെങ്കിൽ ഇവിടെ ഇത്ര പൈസ അതിനനുസരിച്ചാവും. അയാൾ പറഞ്ഞാൽ ടയർ പൊട്ടിയതായിരിക്കും എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു നിങ്ങളെ എവിടെ നിന്ന് വരുന്നതെന്ന്.
ഞാൻ പറഞ്ഞിങ്ങനെ മട്ടന് വരുന്നതാണ്. ആ എന്നാൽ അത് ചൂടായിട്ട് ഹീറ്റായിട്ട് ടയർ പൊട്ടിയതായിരുന്നു അറിയാം. പൊട്ടിയതാണെങ്കിൽ ഇതാവില്ലടാ, സൗണ്ട് ഉണ്ടാവും. അതല്ല ഞാനും നോക്കുന്നേ, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ടയർ പൊട്ടിയതാണ്, സൗണ്ട് ഉണ്ടാവുമല്ലോ. ഇല്ലില്ല, ഞാൻ ജിതിയാനെ കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക നേരേക്ക്. ജിതിനെ താഴെ വന്ന് കൂട്ടിയിട്ട് നേരേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹലോ ഹലോ, ആ ജിതിനെയും കൂട്ടി മേലേക്ക് പോന്ന്. ഇവിടെ ഒരു കുരിശുണ്ട്, എന്നെ പോലത്തെ കുരിശ്. വലിയ കുരിശാ, ഇതിനെക്കാട്ടി വലിയ കുരിശാ പ്രശ്നേ. എടുത്തേക്കോ വണ്ടി 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 ഫുള്ള് കുന്നല്ലുള്ളൂ, അതുകൊണ്ടാണ് നിനക്ക് തിരിയാതെ. കുന്നും വളവല്ലേ. സൂര്യനോ ഇടർത്തണം. പൊളി 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 എടി സൈഡാക്ക്. ഈ സൈഡ് തെക്കോട്ടെടുക്കാനല്ലടാ, എടി നിർത്തി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഹിൽ ടോക്ക് എന്നാണ്. നമ്മളെ ചങ്ങായിമാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് മുകേഷ് ഉണ്ട്, നിതീഷ്. അങ്ങനെ ചങ്ങായിമാരെല്ലാം അടിച്ച് പൊളിച്ച് നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാട്ടോ. നമ്മളെ റിസോർട്ടിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഈ അവധിക്കാലങ്ങളിൽ വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ്മെൻ്റ് ആയി ചിരിക്കാൻ പറ്റിയ നല്ല റിസോർട്ടാണ് ഹിൽ ടോക്ക് എന്ന റിസോർട്ടിൻ്റെ പേര്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല. നമ്മൾ ഇവിടെ വന്ന് റിസോർട്ടിലാണ് റൂം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടുള്ളൊരു പ്രൊമോഷനാണ്. അതുകൊണ്ട് നൈറ്റ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ. അവിടെ ഇവിടെ നിൽക്കാം. വരും വരും. ചെക്കനെല്ലാം കട്ടിയുള്ള സാധനമാണ്. അല്ല, ജിതി മറ്റേ ഇതെടുത്തില്ല, സെൽഫി എടുത്തില്ല. ഇല്ലടോ ഗൈസ്. അങ്ങനെ ഇവിടുത്തെ മോർണിംഗ് വൈബ് ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവലാണ്. നിങ്ങളിലൊന്ന് കണ്ടു നോക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാലൊക്കെ നട്ടിൻ്റെ പൊളി വൈബായിട്ടുള്ള കുന്ന് കയറാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ എൻ്റെ ബേക്ക് കാണുന്ന കേട്ടോ ഹിൽ ടോക്ക് എന്ന റിസോർട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിച്ചു പൊളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് തന്നെയാണ്. എൻ്റെ ചങ്ങായിമാരെല്ലാം പോകുന്നുണ്ട് പാലൊക്കെ നട്ടിൻ്റെ കുന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇത് പാലക്കന്തോട്ടിൻ്റെ മെയിൻ കവാടാണ്. ഇവിടെ 30 രൂപ ഒരാൾക്ക് ഈടാക്കി ഇവർ. 30 രൂപ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കടത്തി വിടും ഉള്ളിലേക്ക്. കേറി കേറി കേറി. പൊരളിമലയാ? പ്രതിമയല്ല, കുന്നിലപ്പേക്ക് കണ്ടോ? ഇതാ എല്ലാരും കണ്ടോ? എടാ കൊച്ചി 8 മണിക്കൂറോട് കൊച്ചിക്ക് പായോടും പോയിട്ട് 8 മണിക്കൂറോട് കൊച്ചിക്ക് എത്തിയ നീ ഒരു ചിങ്കുടി ചെക്കും ചിങ്കുടി ചെക്കും
എന്നാ ഞാൻ പറയാം ഷാ പാട്ട് പിന്നെ ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കനാട്ടിൻ്റെ മലേൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഒരു നല്ല വൈബാട്ടോ.
അങ്ങനെ നമ്മൾ പാലക്കന്തട്ടിൻ്റെ കുന്നെല്ലാം കയറി നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച അത്ര നമുക്കൊരു വൈബ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആസ്വദിക്കാനുള്ള ആസ്വദിച്ച് നമ്മളിങ്ങനെ പാലക്കന്തട്ടിൻ്റെ എല്ലാം കണ്ട് നമ്മൾ താഴേക്കിറങ്ങില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പാലക്കയം തട്ടിലെ യാത്ര അവസാനിപ്പിച്ചതിൻ്റെ എല്ലാവരും കൂടി നമ്മളെ ടാറ്റാ. അപ്പോൾ ആദ്യത്തേത് ബൈ. നക്കടേ